ഇവിടെ ഹസ്ബൻഡും വൈഫിനും രണ്ടുപേർക്കും ഒരേ സമയത്ത് തന്നെ ജോലി നഷ്ടപ്പെടുകയാണ്. അങ്ങനെ ഇവർ ഒരുപാട് ജോലിയൊക്കെ നോക്കിയെങ്കിലും രണ്ടുപേർക്കും ജോലിയൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവർ ഇന്ത്യയിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ജോലി കിട്ടുമെന്ന് അപ്ലൈ ചെയ്യാണ്. പക്ഷെ അതിൽ നമ്മുടെ ഹീറോയിന് മാത്രമേ ജോലി കിട്ടുന്നുള്ളൂ. പക്ഷെ നീ ഒറ്റയ്ക്ക് അവിടെ പോകണ്ടെന്നൊക്കെ നമ്മുടെ ഹസ്ബൻഡ് പറഞ്ഞെങ്കിലും ഫാമിലിയുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് അവൾ ഒറ്റയ്ക്ക് ഫോറിനിലേക്ക് പോവാണ്. അങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഹീറോയിൻ്റെ കോളിന് വേണ്ടിയിട്ട് നമ്മുടെ ഹീറോ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു ദിവസം കോൾ ചെയ്തിട്ട് എന്നെ ആരോ കടത്തിക്കൊണ്ടുപോയിരിക്കുകയാണ്, എന്നെ രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് അവളുടെ ഹസ്ബൻഡിനെ വിളിച്ച് പറയാണ്. ഉടനെ തന്നെ നമ്മുടെ ഹീറോ ആ കമ്പനിയിൽ പോയി ചോദിച്ചതും നിങ്ങളുടെ വൈഫ് ഇതുവരെ ഓഫീസിൽ തന്നെ എത്തിയിട്ടില്ലെന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ഹീറോയും അവൻ്റെ വൈഫിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ നാട്ടിലേക്ക് ടൂറിസ്റ്റായിട്ട് പോവാണ്. അങ്ങനെ അവിടെയുള്ള ഒരു ക്യാബ് ഡ്രൈവറെ പരിചയപ്പെട്ടിട്ട് തൻ്റെ വൈഫിന് നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതും പുള്ളിയും പറയാണ് ഇവിടുന്ന് കാണാതാവുന്ന സ്ത്രീകളെയൊക്കെ ഇവിടെ റെഡ് ലൈറ്റ് ഏരിയ പോലെ ഒരു ഏരിയ ഉണ്ട്, അവിടെയാണ് കൊണ്ടുപോയി വിൽക്കുന്നതെന്നൊക്കെ പറയാണ്. നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞതും പുള്ളി അവനെയും കൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ അവിടെയുള്ള പെമ്പിള്ളേരുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു ആൽബം തന്നെ ഇവൻ്റെ കൈ കൊടുക്കുകയാണ്. അങ്ങനെ അവരും നിനക്ക് ആവശ്യമുള്ള പെണ്ണിനെ സെലക്ട് ചെയ്തോന്ന് പറയാണ്. പക്ഷേ അതിൽ നമ്മുടെ ഹീറോയിൻ്റെ ഫോട്ടോ ഉണ്ടാവില്ല. പക്ഷേ ഇതിലും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതുപോലുള്ള വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ അതിൽ ചെക്ക് ചെയ്തപ്പോൾ ഇവൻ്റെ വൈഫിൻ്റെ ഫോട്ടോയും അതിലുണ്ടായിരുന്നു. അങ്ങനെ ഇവനും ഷോക്കായിട്ട് ഒന്നും അറിയാത്ത പോലെ ഈ പെണ്ണിനാണ് എനിക്ക് വേണ്ടതെന്ന് പറയാണ്. അങ്ങനെ അവിടെ ഉള്ളവരും ആ പെണ്ണ് 10 മിനിറ്റിനുള്ളിൽ വരുമെന്ന് പറയാണ്. അങ്ങനെ പുള്ളിയാണെങ്കിൽ ടെൻഷനായിരിക്കുകയാണ്, വേറെ വഴിയില്ലാതെ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോയിനെ അങ്ങോട്ട് കൊണ്ടുവരികയാണ്. അങ്ങനെ ഇവൻ്റെ വൈഫിന് മയക്കുമരുന്നൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ ബോധമില്ലാതെ അവിടെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇവനും എന്തൊക്കെയോ കള്ളൊക്കെ പറഞ്ഞിട്ട് ഇവളെ എൻ്റെ കൂടെ വിട്ടേക്കെന്നൊക്കെ ചോദിച്ചതും അതൊന്നും പറ്റില്ല, ഒരു 10,000 രൂപ കൊടുത്തിട്ട് ഇവിടെയുള്ള റൂമിൽ തന്നെ നിങ്ങൾ പോകണമെന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ ഹീറോയിന് ബോധം വന്നതും ഇവനെ കണ്ടതും രക്ഷിക്കുന്നു പറഞ്ഞിട്ട് ഒച്ച ഉണ്ടാക്കാൻ തുടങ്ങാണ്. ഉടനെ തന്നെ അവിടെയുള്ള റൗഡികളൊക്കെ ചേർന്നിട്ട് അവളെ അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോവാണ്. അങ്ങനെ ഇവനും അവിടെയുള്ളവരൊക്കെ ചേർന്ന് അടിക്കാൻ തുടങ്ങാണ്. ഉടനെ തന്നെ ആ ക്യാബ് ഡ്രൈവർ ഇവനും ചേർന്നിട്ട് അവൾ പോയിരിക്കുന്ന അവിടെ ചേസ് ചെയ്ത് പോവാണ്. അങ്ങനെ ഇവരുടെ കാർ ആക്സിഡൻ്റ് ആവാണ്. ഇവർ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഇവനൊരു പോലീസ് സ്റ്റേഷനാണുള്ളത്. അങ്ങനെ തൻ്റെ വൈഫിനെ കടത്തിക്കൊണ്ടിരിക്കൊണ്ടിരിക്കാനൊക്കെ പറഞ്ഞതും പോലീസും ഹെൽപ്പ് ചെയ്യാനൊക്കെ പറയാണ്. അങ്ങനെ ആ സ്ഥലത്തെ ആൾക്കാരൊക്കെ അവരുടെ ബോസിനെ കോൾ ചെയ്തിട്ട് പുതുതായിട്ട് വന്നിരിക്കുന്ന ആ പെണ്ണിനെ കാരണം ഒരുപാട് പ്രശ്നമായിരിക്കാനൊക്കെ പറയാണ്. അങ്ങനെ ആ ബോസും അവളെ എന്നാൽ തീർത്ത് കളഞ്ഞേക്കെന്ന് പറയാണ്. അങ്ങനെ ആ പെണ്ണിനെ അവിടെ തന്നെ ഇട്ട് കത്തിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോയെ അവിടെ വന്ന് നോക്കുമ്പോൾ ആ മുഖമൊക്കെ ഇല്ലാതായിട്ട് നമ്മുടെ ഹീറോയിൻ്റെ ചെയിൻ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇവനും വേറെ വഴിയില്ലാതെ ആ നാട്ടിൽ തന്നെ അവളുടെ അവസാന കർമ്മങ്ങളൊക്കെ നടത്തുകയാണ്. അങ്ങനെ ആ നാട്ടിലെ ഗവൺമെൻറ്റും നിങ്ങളുടെ വൈഫിനെ കൊന്നവരെ ഞങ്ങൾ തീർച്ചയായിട്ടും കണ്ടുപിടിക്കും, അതുവരെ നിങ്ങൾ നാട്ടിൽ തിരിച്ചു പോകുമെന്നൊക്കെ പറയാണ്. പക്ഷേ നമ്മുടെ ഹീറോയും തിരിച്ച് നാട്ടിലേക്കൊന്നും പോകാതെ അവളെ കൊന്നവനെ റിവെഞ്ച് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രൗസിംഗ് സെൻറ്ററിൽ പോയിട്ട് ഒരു പെണ്ണിൻ്റെ ഫേക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് ആ മൊട്ടത്തലേന് ആ ബോസായിട്ടുള്ള മൊട്ടത്തലേന് മെസ്സേജ് ചെയ്യാണ്. അങ്ങനെ ഇവനും അവളുടെ ഭംഗി കണ്ടിട്ട് കാണാൻ വരാമെന്ന് പറയാണ്. നമ്മുടെ ഹീറോയി ഒരു പെണ്ണിനെ പോലെ ഗെറ്റപ്പെട്ടിട്ട് അവനെ കാണാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഹീറോയി അവൻ അടിച്ചിട്ടിട്ട് എന്തിനാണ് എൻ്റെ ഭാര്യയെ കൊന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് ഇവൻ പറയുന്നത് നിൻ്റെ വൈഫൊന്നും മരിച്ചിട്ടില്ല, ജീവനോടെ തന്നെ ഉണ്ടെന്ന് പറയാണ്. അപ്പോഴാണ് ബാക്കിലുള്ള ഒരു കണ്ടെയ്നറിന് ഹീറോയിൻ ഒച്ച ഉണ്ടാക്കുന്ന സൗണ്ട് ഇവൻ കേൾക്കുന്നത്. അവിടെ ഹീറോയിനെ പോലെ തന്നെ ഒരുപാട് പെൺപിള്ളേരെ കടത്തിക്കൊണ്ടുവന്നിട്ട് നാട് കടത്താൻ വേണ്ടിയിട്ടാണ് അവിടെ വെച്ചിരിക്കുന്നത്. അങ്ങനെ ആ ട്രക്ക് ഡ്രൈവറും ചേർത്തിട്ട് ആ മൊത്തം കണ്ടെയ്നർ എടുത്തിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ നമ്മുടെ ഹീറോ പോവാണ്. അങ്ങനെ ആ കണ്ടെയ്നറുള്ള അത്രയും പെൺപിള്ളേരെയും അവൻ്റെ വൈഫിനെയും അവൻ രക്ഷിക്കുകയാണ്. ആ നാടിൻ്റെ ഗവൺമെൻറ്റും ഇവൻ അഭിനന്ദിച്ചിട്ട് നല്ല രീതിക്ക് തന്നെ ഇവനെ തിരിച്ച് നാട്ടിലേക്ക് അയക്കുകയാണ്.